ഡിജിറ്റൽ അൺറിസർവ്ഡ് ടിക്കറ്റുകൾ ഉപയോഗിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് നിർണായക നിർദ്ദേശങ്ങളുമായി ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തി. ടിക്കറ്റ് പരിശോധനയ്ക്കിടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോണിലെ റെയിൽ വൺ ആപ്പിൽ ലഭ്യമായ യഥാർത്ഥ ഡിജിറ്റൽ ടിക്കറ്റ് മാത്രമേ സാധുവായി പരിഗണിക്കൂ. വാട്സ്ആപ്പ്, ടെലഗ്രാം തുടങ്ങിയ സന്ദേശവിനിമയ ആപ്പുകളിലൂടെ കൈമാറിയ സ്ക്രീൻഷോട്ടുകൾ, ടിക്കറ്റിന്റെ ഫോട്ടോകൾ, PDF പകർപ്പുകൾ എന്നിവ ടിക്കറ്റിന് പകരമായി അംഗീകരിക്കില്ലെന്ന് റെയിൽവേ വ്യക്തമാക്കി. ഡിജിറ്റൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോണിൽ തന്നെയാണ് യാത്രയ്ക്കിടെ ടിക്കറ്റ് ലഭ്യമായിരിക്കേണ്ടത്. ടിക്കറ്റ് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സമയത്ത് ആപ്പിൽ നിന്നുള്ള യഥാർത്ഥ ടിക്കറ്റ് ഉടൻ കാണിക്കാൻ യാത്രക്കാർക്ക് കഴിയണം. മറ്റൊരു ഫോണിലേക്ക് ടിക്കറ്റ് കൈമാറുകയോ സ്ക്രീൻഷോട്ട് മാത്രം കാണിക്കുകയോ ചെയ്താൽ അത് സാധുവായ രേഖയായി കണക്കാക്കില്ല. യാത്ര ആരംഭിക്കുന്ന സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഡിജിറ്റൽ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുക്കണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. ട്രെയിൻ പുറപ്പെട്ട ശേഷമുള്ള ടിക്കറ്റ് ബുക്കിംഗ് അസാധുവായി കണക്കാക്കും. യാത്രയ്ക്കിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കൈവശം ഇല്ലാത്തതും ടിക്കറ്റ് ഹാജരാക്കാൻ കഴിയാത്തതും തെറ്റായ ടിക്കറ്റ് വിവരങ്ങൾ നൽകുന്നതും നിയമലംഘനമായി പരിഗണിക്കപ്പെടും. ഇത്തരം സാഹചര്യങ്ങളിൽ പിഴ ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. റെയിൽ വൺ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്ന ഡിജിറ്റൽ അൺറിസർവ്ഡ് ടിക്കറ്റുകൾക്കാണ് ഈ പുതിയ നിർദ്ദേശങ്ങൾ ബാധകമെന്ന് റെയിൽവേ വ്യക്തമാക്കി. അതേസമയം റിസർവ് ചെയ്ത ടിക്കറ്റുകളുടെ പരിശോധനയിൽ യാത്രക്കാരുടെ തിരിച്ചറിയൽ സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചാണ് സ്ഥിരീകരിക്കുന്നത്. അതിനാൽ റിസർവേഷൻ ടിക്കറ്റുകൾക്ക് ഈ നിയന്ത്രണങ്ങൾ ബാധകമല്ല. റെയിൽവേ സ്റ്റേഷനുകളിലെ നീണ്ട നിരകൾ ഒഴിവാക്കി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ജനറൽ അഥവാ അൺറിസർവ്ഡ് ടിക്കറ്റുകൾ എടുക്കുന്നതിനുള്ള ഔദ്യോഗിക സംവിധാനമാണ് ഡിജിറ്റൽ അൺറിസർവ്ഡ് ടിക്കറ്റ്. UTS ഓൺ മൊബൈൽ എന്ന ഔദ്യോഗിക ആപ്പ് വഴിയാണ് ഈ സേവനം ലഭ്യമാകുന്നത്. ഡിജിറ്റൽ ടിക്കറ്റുകളുടെ ദുരുപയോഗം തടയുകയും ടിക്കറ്റ് പരിശോധന കൂടുതൽ സുതാര്യമാക്കുകയും ചെയ്യുന്നതിനാണ് പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഒറിജിനൽ ഡിജിറ്റൽ ടിക്കറ്റിന് പകരം വാട്സ്ആപ്പ് വഴി ലഭിച്ച സ്ക്രീൻഷോട്ട് ടിക്കറ്റ് പരിശോധനയ്ക്കിടെ ഹാജരാക്കിയ ഒരു യാത്രക്കാരന് പിഴ ചുമത്തപ്പെട്ട സംഭവത്തെ തുടർന്നാണ് റെയിൽവേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. യാത്രക്കാർ പാലിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങൾ: റെയിൽ വൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത അതേ മൊബൈൽ ഫോൺ യാത്രയ്ക്കിടെ കൈവശം വെക്കുക. യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് മൊബൈൽ ഫോൺ മതിയായ രീതിയിൽ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ട്രെയിൻ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഡിജിറ്റൽ അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ടുകളോ ഫോട്ടോകളോ PDF പകർപ്പുകളോ ഉപയോഗിക്കാതെ ആപ്പിലെ യഥാർത്ഥ ടിക്കറ്റ് തന്നെ പരിശോധനയ്ക്കായി ഹാജരാക്കുക. ടിക്കറ്റ് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി നൽകുകയും പരിശോധനാ സമയത്ത് ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുകയും ചെയ്യുക. അതേസമയം റെയിൽവേയുടെ പുതിയ നിയമമനുസരിച്ച് ടിക്കറ്റ് എടുക്കാൻ മറന്നാലും നിങ്ങൾക്ക് പിഴയോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ തന്നെ യാത്ര തുടരാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ മറ്റുള്ളവർക്കോ യഥാർത്ഥ ടിക്കറ്റ് ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർക്ക് മുന്നിൽ ഹാജരാക്കുന്നത് വഴി പിഴ ഈടാക്കാതെയോ ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റ് എടുക്കാതെയോ യാത്ര തുടരാം. ടിക്കറ്റ് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനു ശേഷം നിലവിലുള്ള റെയിൽവേ നിയമപ്രകാരം സ്റ്റേഷൻ മാസ്റ്റർ ഈ വിവരം ട്രെയിൻ റൂട്ടിലെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് കൈമാറും. ഇതുവഴി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ യാത്ര തുടരാം. ടിക്കറ്റ് എടുക്കാൻ മറന്നെങ്കിൽ ആദ്യം ട്രെയിനിലുള്ള ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറെ വിവരം അറിയിച്ചിരിക്കണം. ശേഷം യഥാർത്ഥ ടിക്കറ്റ് എത്രയും വേഗം പുറപ്പെടുന്ന സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർക്ക് മുന്നിൽ ഹാജരാക്കാൻ കുടുംബാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകണം. എങ്കിൽ മാത്രമേ കൃത്യസമയത്ത് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്നും റെയിൽവേ അറിയിച്ചു. IRTC വഴി ഓൺലൈനായി ബുക്ക് ചെയ്യുന്ന ഈ ടിക്കറ്റുകൾക്ക് ഈ നിയമം ബാധകമല്ല. ഓൺലൈൻ ടിക്കറ്റുകൾക്ക് ഫോണിലുള്ള മെസ്സേജോ PDF കാണിച്ചാൽ മതി എന്നതിനാലാണ് ഈ നിയമം ബാധകമല്ലാത്തത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.